is Jazina from MS Solution. Yes, മക്കളെ നമ്മൾ നമ്മുടെ ഫോർമാറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് അല്ലേ. പക്ഷേ ഈ ഫോർമാറ്റ് കാര്യങ്ങൾ സെറ്റാക്കി ഡിസ്കോഴ്സ് കാര്യങ്ങളൊക്കെ പഠിച്ചു മാത്രം മതിയോ പോരാ. നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കാറേ ഇല്ല, അവരെ നമ്മൾ ശ്രദ്ധിക്കാറേ ഇല്ല. പക്ഷെ നമുക്ക് പലപ്പോഴും എക്സാമിന് പണി തരുന്ന ചില കാര്യങ്ങളാണ് എന്താ, യെസ്, ഈ ഗ്രാമർ ഭാഗം എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ നിങ്ങൾക്കറിയാം എന്ത് ഗ്രാമർ ഭാഗത്ത് നിന്ന് എങ്ങനെയാ ചോദ്യങ്ങൾ വരാൻ നിങ്ങൾക്ക് അറിയാലോ. പക്ഷെ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണമെങ്കിൽ നമ്മൾ ഗ്രാമർ ഭാഗത്ത് നിന്ന് കുറച്ച് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. യെസ്, അപ്പൊ ഈ ഒരു വീഡിയോയിൽ കൂടി ഗ്രാമർ ഭാഗം നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഗ്രാമർ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അല്ലെ. ഗ്രാമർ ഭാഗത്തുള്ള ചോദ്യം ഉറപ്പായിട്ടും എന്ത് ചെയ്യും, നമ്മൾ ചോദിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഏതെല്ലാം ഗ്രാമർ ഭാഗങ്ങളാണ് വരിക, ഏതെല്ലാം ഗ്രാമർ ഭാഗത്തു നിന്നാണ് പഠിക്കേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ ഇപ്പോഴും എൻ്റെ മക്കൾക്ക് ഡൗട്ട് അല്ലേ. നമുക്ക് ഒന്നോ രണ്ടോ ചോദ്യങ്ങളെ ഗ്രാമർ ഭാഗത്തു നിന്ന് വരുള്ളൂ, പക്ഷെ അത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ ലക്ഷ്യം A+ ആണല്ലോ അല്ലെ. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട കുറച്ച് ഗ്രാമർ ഭാഗങ്ങളുണ്ട്. അതാണ് ഈ ഒരു വീഡിയോയിൽ മിസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കിക്കേ, നമ്മൾ ആദ്യമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, യെസ് നോക്കിക്കോ, സർവനാമാണ്. സർവനാം എന്ന് പറഞ്ഞാൽ എന്താടാ, പ്രോനൗൺ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇംഗ്ലീഷിൽ ഈ പ്രോനൗൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അല്ലെ. അപ്പൊ സർവനാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ വിഭക്തി പ്രത്യയം. വിഭക്തി പ്രത്യയം എന്ന് പറഞ്ഞാണ് പ്രിപ്പോസിഷൻ. ഈ രണ്ട് ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഗ്രാമർ ഭാഗത്ത് നിന്ന് നമുക്ക് ചോദ്യം വരാം. ഓക്കെ, അപ്പൊ ഇവരെന്താണ് എന്നുള്ളത് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ വളരെ സിമ്പിൾ അല്ലേടാ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് സർവനാം. എന്താണ് സർവനാം? സർവനാമങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയത് മലയാളത്തിലാണ് മിസ് തന്നിരിക്കുന്നത്. നോക്കിക്കണം, ഹിന്ദി ഭാഷയിലെ പേരുകളുടെ ആവർത്തന വിരസത, റിപ്പീറ്റേഷൻ, പേരുകളുടെ റിപ്പീറ്റേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയും പേരറിയാത്തവയുടെ പേരിന് പകരമായും ഉപയോഗിക്കുന്ന ചില ഉപപേരുകളെയാണ് സർവനാമങ്ങൾ എന്ന് പറയുന്നത്. എന്തോന്നാ അല്ലേ? അതായത് ഹിന്ദിയിൽ പേരിന്റെ റിപ്പീറ്റേഷൻ വരുന്നത് ഒഴിവാക്കാം. അതുപോലെ ചില കാര്യങ്ങളുടെ പേര് നമുക്ക് അറിയില്ല, അപ്പൊ എന്താണ്, അതിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന പേരുകളെയാണ് സർവനാമങ്ങൾ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ കുറിച്ച് പറയാം. അപ്പോൾ നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഒരു ടീച്ചർ സിന്ധു എന്നാണ് ടീച്ചറുടെ പേരെന്ന് വിചാരിച്ചോ. അപ്പോൾ നിങ്ങൾ പറയാണ് എന്താ, എൻ്റെ ക്ലാസ് ടീച്ചറുടെ പേര് സിന്ധു ആണ്. സിന്ധു ടീച്ചർ എടുക്കുന്ന വിഷയം ഹിന്ദിയാണ്. സിന്ധു ടീച്ചർ ഇവിടെ നിന്നാണ് വരുന്നത്. അതുപോലെ സിന്ധു ടീച്ചർ എന്താണ്, നല്ല ഭംഗിയാണ് കാണാൻ. സിന്ധു ടീച്ചറുടെ ക്ലാസ് നന്നായി മനസ്സിലാവും. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. അപ്പോൾ സിന്ധു 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 എന്നിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് പറയുമ്പോൾ അത് കേൾക്കാൻ ഒരു സുഖമില്ല അല്ലേ. പകരം നമുക്ക് എന്ത് പറയാം, എൻ്റെ ക്ലാസ് ടീച്ചറുടെ പേര് എന്താണ്, സിന്ധു മിസ് എന്നാണ്. ഓക്കെ, അവർ വരുന്നത് എന്താണ്, യെസ്, ഇന്ന സ്ഥലത്ത് നിന്നാണ്. ഓക്കെ, അപ്പൊ അതുപോലെ എന്താണ്, അവരെടുക്കുന്നത് നന്നായിട്ട് മനസ്സിലാകും. ഓക്കെ, അങ്ങനെ എഴുതുമ്പോൾ എന്താണ്, ആ ഒരു സിന്ധു ടീച്ചർ എന്നുള്ളത് നിങ്ങൾക്ക് ആദ്യം കത്തി. ദെൻ അതിനുശേഷം ഒക്കെ പറയുന്നത് ആ മിസ്സിനെ കുറിച്ചാണ്. പക്ഷെ മിസ്സിന്റെ പേര് നമ്മൾ പറഞ്ഞിട്ട് വെറുപ്പിക്കുന്നുണ്ടോ? ഇല്ല. അതാണ് ഈ പേരിന്റെ റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ അവൻ, അവൾ, അത് എന്നൊക്കെ നമ്മൾ പറയില്ലേ. അവന്റെ പേര് അല്ലെങ്കിൽ അവൻ ഭയങ്കര സാധനമാണ്, അവൾ ഭയങ്കര സാധനമാണ്, അങ്ങനെ പറയില്ലടാ. അപ്പോൾ ആ പേരിന്റെ റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്താ, ഈ പ്രോനൗൺ, അതായത് എന്താ, ഈ സർവനാം. അതുപോലെ പേരറിയാത്ത കാര്യം അല്ലേ. അപ്പൊ നമുക്ക് എന്താ, ഒരു സാധനത്തിന്റെ പേരറിയില്ല, അപ്പൊ നമ്മൾ ചോദിക്കും അതിന്റെ പേരെന്താണ്, അല്ലെങ്കിൽ അവളുടെ പേരെന്താണ്, അവന്റെ പേരെന്താണ് എന്നൊക്കെ നമ്മൾ ചോദിക്കും. നമുക്ക് ആ പേരറിയില്ല അല്ലേ. അപ്പൊ നമുക്ക് ആ ആളെ ആ വ്യക്തിയെ കുറിച്ച് അല്ലെങ്കിൽ ആ സാധനത്തിനെ കുറിച്ച് നമുക്ക് അറിയണം. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു, അവൾ അല്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ അത് അല്ലെങ്കിൽ ഇത് എന്ന് പറയുന്നില്ലേ. യെസ്, ഈ സാധനമാണ് എന്താ, ഈ സർവനാം എന്ന് പറയുന്നത്. ഏകദേശം കത്തിയല്ലോ അല്ലേ. യെസ്, അപ്പൊ നമുക്ക് നോക്കാം ഏതെല്ലാമാണ് സർവനാം. നോക്കിക്കോ, മേം, ഞാൻ, നമ്മൾ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. മേം, ഞാൻ, തു, നീ, അതുപോലെ തും, നിങ്ങൾ. നമ്മളിപ്പോൾ എപ്പോഴും എന്താണ്, നമ്മൾ വേറെ ഫ്രണ്ട്സിൻ്റെ പേര് വിളിക്കോ, അപ്പം എന്താണ്, ശില്പ പേന തരൂ, അല്ലെങ്കിൽ നീ ആ പേന തരൂ എന്നല്ല നമ്മൾ പിന്നെ പറയുള്ളൂ. ശില്പ പേന തരൂ, ശില്പ വെള്ളം കുടിക്കട്ടെ, അങ്ങനെ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കില്ലല്ലോ. എന്താ, നീ ഭക്ഷണം കഴിച്ചോ, അല്ലെങ്കിൽ എന്താണ്, നീ ഇന്ന് എഴുതിയിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ തൂ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. യെസ്, അതാണ് എന്താ, ഈ സർവനാം എന്ന് പറയുന്നത്. അടുത്തത് ആപ്പ്, താങ്കൾ, ഹം, ഞങ്ങൾ, യഹ്, ഇവൻ, ഇവൾ, ഇത്, യേ, ഇവർ, ഇദ്ദേഹം, ഇവ, വഹ്, അവൻ, അവൾ, അത്, വേ, അവർ, അദ്ദേഹം, അവ. ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ ഹിന്ദിയിൽ യൂസ് ചെയ്യുന്ന സർവനാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊന്ന് പഠിച്ചു വെക്കണം. അടുത്തത് നമ്മൾ പറഞ്ഞു വിഭക്തി പ്രത്യയങ്ങൾ അല്ലെ, പ്രിപ്പോസിഷൻസ്. എന്താണ് പ്രിപ്പോസിഷൻ? നോക്കിക്കേടാ, ഹിന്ദി
ഭാഷയിലെ രണ്ട് വാക്കുകളെ തമ്മിൽ രണ്ട് വേർഡ്സ് തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് കണക്ട് ചെയ്തിട്ട് വാക്യങ്ങൾ ഉണ്ടാക്കുന്നതിന്, സെന്റൻസ് ഉണ്ടാക്കുന്നതിന് സഹായകരമായി തീരുന്ന ഏതാനും ചില ശബ്ദരൂപങ്ങളെയാണ് വിഭക്തി പ്രത്യയങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഹിന്ദിയിലെ രണ്ട് വേർഡ്സ് തമ്മിൽ കണക്ട് ചെയ്യാൻ, അതായത് എൻ്റെ കയ്യിൽ പേനയുണ്ട്, എൻ്റെ നമുക്ക് കിട്ടും അല്ലേ, എൻ്റെ എന്നുള്ള നമുക്കറിയാം, കൈക്ക് നമുക്കറിയാം, പേന നമുക്കറിയാം, ഉണ്ട്. ഓക്കെ, പക്ഷെ അപ്പോൾ നമുക്ക് എന്ത് പറയണം? എൻ്റെ കയ്യിലുണ്ട്. അല്ലെങ്കിൽ അവൻ്റെ കൂടെ പോകണം, അവളുടെ കൂടെയാണ് ഞാൻ സ്കൂളിലേക്ക് പോകുന്നത്, അവൾ നമുക്കറിയാം, സ്കൂൾ നമുക്കറിയാം, ഒക്കെ നമുക്കറിയാം. പക്ഷെ അവർ തമ്മിൽ എന്താണ്? അവൾ സ്കൂൾ പോകുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവളുടെ കൂടെയാണ്, അല്ലെങ്കിൽ അവൻ്റെ കൂടെയാണ്, അല്ലെങ്കിൽ 1 മുതൽ 4 വരെ, അവിടെ മുതൽ ഇവിടെ വരെ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അപ്പൊ ആ മുതൽ, കൊണ്ട്, അവളെക്കാൾ എന്നൊക്കെ നമ്മൾ പറയില്ല. അപ്പൊ രണ്ട് വേർഡ്സ് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാവണം. അല്ലെങ്കിൽ ഇപ്പൊ എന്താണ്? മേര, ഹാത്ത്, പെന്ന്, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെന്റൻസ് ഫുൾ ഇല്ല. എൻ്റെ കയ്യിൽ പേനയുണ്ട് എന്ന് നമുക്ക് പറയണം, എൻ്റെ കയ്യിൽ പേനയുണ്ട് എന്ന് നമുക്ക് പറയണം. അങ്ങനെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നവയാണ് എന്താ? ഈ പ്രിപ്പോസിഷൻ അഥവാ വിഭക്തി പ്രത്യയങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നെന്താണ്? നമ്മുടെ പേരിന്റെ റിപ്പീറ്റേഷനും നമുക്ക് പേരറിയാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് സർവനാം. ഇനിയിപ്പോൾ ആ സർവനാമങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. നമുക്ക് അടിപൊളിയായിട്ട് എക്സാം എഴുതണം, ഒരു സെന്റൻസ് എഴുതണം. ആ സെന്റൻസ് തമ്മിൽ, അതായത് ആ വേർഡ്സ് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാവണമെങ്കിൽ അവിടെ നമുക്ക് ഉപയോഗിക്കേണ്ടതാണ് എന്താ? ഈ വിഭക്തി പ്രത്യയങ്ങൾ അഥവാ പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്? നേ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല, കാരണം നമുക്കിവിടെ ഈ നേ നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് കേട്ടോ. അടുത്തത് കോ എന്ന് പറഞ്ഞാൽ എന്താ? ക്ക്, ന്, യ് അല്ലെ, അവൻക്ക്, അവന്, അവയെ എന്നൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അടുത്തത് സേ എന്ന് പറയുന്നത് എന്താണ്? ഇൽ നിന്ന്, എന്താണ്? തിരുവനന്തപുരത്ത് നിന്ന്, കൊണ്ട്, അവളെ കൊണ്ട്, അവനെ കൊണ്ട്, കാൾ, അവളേക്കാൾ, അവനേക്കാൾ, അതിനേക്കാൾ, ഓട്, മുതൽ. ഓക്കെ, അവളോട്, അവനോട്, 1 മുതൽ 4 വരെ, അല്ലെങ്കിൽ തിരുവനന്തപുരം മുതൽ എവിടെ വരെ? കാസർഗോഡ് വരെ, അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ, അതിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് സേ. അടുത്തത് കാക്കേക്കി നമ്മൾ പറയാറുണ്ടല്ലോ. അവൻ്റെ, ഉടെ, ഉള്ള, അവൻ്റെ, അവയുടെ, അവൻകുള്ള, അതൊക്കെ നമ്മൾ പറയാറില്ലേ? അതിന് കാക്കേക്കി. ഈ 3നും ഒരേ അർത്ഥമാണ്, പക്ഷേ ഈ 3ഉം യൂസ് ചെയ്യേണ്ട സ്ഥലങ്ങൾ വേറെയാണ്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മുടെ എക്സാമിനേക്കുള്ള കാര്യങ്ങൾ നമുക്ക് പഠിച്ചാൽ മതിയല്ലോ. അടുത്തത് മേം, ഇൽ, പർ, മുകളിൽ. ഇപ്പം മേസ്പർ, മേശയുടെ മുകളിൽ, അല്ലെങ്കിൽ നമ്മളെ പോക്കറ്റിൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ, നമ്മുടെ പോക്കറ്റിൽ, ബാഗ് മേം എന്നൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ മേം എന്ന് നമുക്ക് യൂസ് ചെയ്യാം. അടുത്തത് കേലിയെ, വേണ്ടി. ഇവിടെ ഈ മേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലാണ്. നമ്മൾ നേരത്തെ ഒരു സർവനാം മേം പഠിച്ചു, എന്ത്? ഞാൻ എന്നുള്ള കാര്യം. അപ്പോൾ ഇവിടെ ഒരു കുത്തുണ്ട്, ഇവിടെ 2 വര, ഇവിടെ 1 വര കുത്താണ്, ഇവിടെ 2 വര കുത്താണ്. ഇത് രണ്ടും എന്ത് ചെയ്യരുത്? അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. ഒന്ന് വിഭക്തി പ്രത്യയമാണ്, ഒന്ന് സർവനാമാണ്. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചാൽ മതി നമ്മൾ വിചാരിക്കും. പക്ഷെ ഇവരെ ഇങ്ങനെയല്ല നമ്മുടെ ചോദ്യത്തിൽ വരാം. നമുക്ക് വരുന്ന ചോദ്യങ്ങൾ എങ്ങനെയാണ്? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മളോട് ചോദിക്കും എന്താ? ഉൻഹോനെ. എന്നിട്ട് ഉൻഹോനെ തന്നിട്ട് അതിനോട് ചോദിക്കും എന്താ? ഉൻഹോനെ മേ നിഹിത സർവനാം കോൺ സാ ഹേ എന്ന് നമ്മളോട് ചോദിക്കും. നമ്മളോട് ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിച്ചു, ഉൻഹോനയിലുള്ള സർവനാം ഏതാണ്? ഓക്കെ, അപ്പം നമ്മൾ ഈ പഠിച്ചതിലൊന്നും ഉൻഹോന ഇല്ലല്ലോ. ഇവിടെ ഉൻഹോന ഇല്ല, അതുപോലെ ഇതിലും ഉൻഹോന ഇല്ല. അപ്പം ഈ ഉൻഹോന എന്താ? അപ്പോൾ അവിടെ ഒരു സാധനം പഠിക്കാനുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കും എന്താ? സഹി വികൽപ്പ് ചുൻകർ ലിഖേ എന്ന് നമ്മളോട് ചോദിക്കും. ഓക്കെ, അപ്പോൾ എന്താണ്? നമ്മളോട് ചോദിക്കും എന്താ? മേം പ്ലസ് ഖാ മേര, അല്ലെങ്കിൽ മേം പ്ലസ് ഖീ മേര, അല്ലെങ്കിൽ മേം പ്ലസ് കോ എന്താണ്? മേര. അപ്പോൾ ഇതിലേതാണ് ശരിയായിട്ടുള്ളതെന്ന് ചോദിക്കും. ഇങ്ങനെ ഈ 2 രീതിയിലാണ് നമുക്ക് ഗ്രാമർ ഭാഗത്തു നിന്നും ചോദ്യം വരും. ഓക്കെ, അപ്പോൾ ഇവ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് പഠിക്കണം. അതായത് ഈ സർവനാമം വിഭക്തി പ്രത്യയം കൂടി ചേരുമ്പോഴാണ് ഇതുപോലെ എന്താ? മേര, അതുപോലെ ഉനോനെ എന്നുള്ള വാക്കൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവ രണ്ടും കൂടി ചേരുന്നത് നമുക്ക് പഠിക്കൽ നിർബന്ധമാണ്. അതായത് സർവനാമം ഏതാണ്, വിഭക്തി പ്രത്യയം ഏതാണ്, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇവർ രണ്ടുപേരും കൂടി ചേരുമ്പോൾ ചില മാറ്റങ്ങൾ സംഭവിക്കും. ആ മാറ്റങ്ങളാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പോകുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ,
ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു സർവനാമന്റെ കൂടെ ഓരോ വിഭക്തി പ്രത്യയങ്ങളും കൂടി ചേരുമ്പോൾ വരുന്ന മാറ്റങ്ങൾ പഠിക്കണം. നിങ്ങൾ ഇപ്പൊ തൽക്കാലം മീനിങ് ഇപ്പം മനസ്സിലാക്കണം. കാരണം നമ്മുടെ എക്സാമിന് മീനിങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളല്ല വരും. അതുകൊണ്ട് നമുക്ക് തൽക്കാലം മീനിങ് നമുക്ക് നോക്കണ്ട, നമുക്ക് എന്ത് മാറ്റാ വരാൻ നോക്കാം കേട്ടോ. അപ്പൊ മേം എന്ന സർവനാമത്തിന്റെ കൂടെ ക എന്ന വിഭക്തി പ്രത്യയം കൂടി ചേരുമ്പോൾ അതെന്തായി? മേര. ഓക്കെ, ദെൻ മേം പ്ലസ് കി മേരി. അടുത്തത് മേം പ്ലസ് കെ മേരെ. ഓക്കെ, അടുത്തത് എന്താണ്? മേം പ്ലസ് കോ മുझे അല്ലെങ്കിൽ മുജ്കോ. മേം പ്ലസ് മേ മുജ്മേ. അടുത്തത് മേം പ്ലസ് സേ എന്തായിടാ? മുജ്സേ. ഇവിടെ ഈ പറയുന്നതൊക്കെ എന്താണ്? രണ്ടാമതായിട്ട് മേമിന്റെ കൂടെ നമ്മൾ കൂട്ടുന്നത് മൊത്തം എന്താണ്? വിഭക്തി പ്രത്യയങ്ങളാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ വിഭക്തി പ്രത്യയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അടുത്തത് മേം പ്ലസ് പർ എന്തായി? മുജ് പർ. മേം പ്ലസ് ഖേലിയേ മേരേലിയേ. മേം പ്ലസ് നെ മേനെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? മേം എന്ന സർവനാമത്തിന്റെ കൂടെ, സർവനാമമാണ് ഏത്? ഈ മേം. അതിന്റെ കൂടെ പ്ലസ് ഏത് വരുന്നുണ്ട്? വിഭക്തി പ്രത്യയം അല്ലേ? വിഭക്തി പ്രത്യയം വരും. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ മേമിന്റെ പഠിച്ചു. അടുത്ത നോക്കിക്കേടാ തു. തു വരുമ്പോഴോ തു പ്ലസ് ക തേര, തു പ്ലസ് കി തേരി, തു പ്ലസ് കെ തേരെ. നിങ്ങൾ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഇത് ഇങ്ങനെ മനസ്സിലേക്ക് വരും കേട്ടോ. അടുത്തത് തു പ്ലസ് കോ തുജെ തുജ്കോ. അടുത്തത് തു പ്ലസ് മേ തുജ്മേ. ഓക്കെ, അടുത്ത നോക്കിക്കടാ തു പ്ലസ് സേ തുജ്സേ, തു പ്ലസ് പർ തുജ് പർ, തു പ്ലസ് ഖേലിയേ തേരേലിയേ, തു പ്ലസ് നെ തൂനെ. ഓക്കെ, അപ്പൊ തേരാന നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അടുത്ത നോക്കിക്കേ തും. തും പ്ലസ് കാ തുമാര. തുമാര നാം ക്യാ ഹേ? അപ്പൊ ഈ തുമാരാന്ന് എങ്ങനെ ഉണ്ടായി നിങ്ങൾക്ക് മനസ്സിലായോ? തുമ്മിന്റെ കൂടെ കാ കൂട്ടിച്ചത്. തും എന്ന സർവനാമത്തിന്റെ കൂടെ കാ എന്ന വിഭക്തി പ്രത്യയം കൂടിയപ്പോഴാണ് അത് എന്തായി മാറിയത്? തുമാര എന്നായി മാറിയത്. അടുത്തത് തും പ്ലസ് കി തുമാരി, തും പ്ലസ് കെ തുമാരെ, തും പ്ലസ് കോ തുമേ തുംകോ, തും പ്ലസ് മേ തുമ്മേ. അടുത്തത് തും പ്ലസ് സേ തുംസെ. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ വരുന്നില്ലേടാ? തും പ്ലസ് പർ തും പർ, തും പ്ലസ് ഖേലിയേ തുമാരേ ലിയേ, തും പ്ലസ് നെ തുമ്നെ. ഓക്കെ, അടുത്ത നോക്കിക്കേടാ ഹം ആണ് അല്ലേ? ഹം. ഹം പ്ലസ് കാ ഹമാര. ഇതൊന്നും വലിയ ടഫായിട്ട് തോന്നില്ലല്ലോ അല്ലേ? ഇനി കുറച്ച് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് എക്സാമിന് വരാൻ പോകുന്ന കാര്യങ്ങൾ വരാം. നോക്കിക്കോ, ഹം പ്ലസ് കി ഹമാരി, ഹം പ്ലസ് കെ ഹമാരെ, ഹം പ്ലസ് കോ ഹമേ ഹം കോ, ഹം പ്ലസ് മേ ഹം മേ. അടുത്തതോ ഹം പ്ലസ് സേ ഹംസേ എന്നായി മാറുന്നു. ഹം പ്ലസ് പർ ഹം പർ. ഇതൊന്നും നിങ്ങൾക്ക് വലിയ ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഹമ്മിന്റെ കൂടെ സേ വന്നപ്പോൾ ഹംസേ എന്നായി മാറി. ഓക്കെ, ഹം പ്ലസ് കെ ലിയേ ഹമാരേ ലിയേ. അടുത്തത് ഹം പ്ലസ് നെ ഹംനെ. മനസ്സിലായോ? അടുത്തത് ഏതാണ്? അടുത്ത സർവനാമം ആപ്പാണ് അല്ലേ? ആപ്പിന്റെ കൂടെ ക വന്നാൽ ആ പ്ലസ് ക ആപ്ക, ആ പ്ലസ് ഖി ആപ്കി, ആ പ്ലസ് കെ ആപ്കെ, ആ പ്ലസ് കോ ആപ്കോ, ആ പ്ലസ് മേ ആപ്പ് മേ. ഓക്കെ, ഇവിടം വരെ വളരെ കൃത്യമായിട്ട്, വളരെ ക്ലിയർ ആയിട്ട്, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി വരുന്ന ഭാഗങ്ങളാണ് എന്താ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ആ പ്ലസ് സേ ആപ്പ് സേ, ആ പ്ലസ് പർ ആപ്പ് പർ, ആ പ്ലസ് ഖേലിയേ ആപ്പ് ഖേലിയേ, ആ പ്ലസ് നെ ആപ്നെ. ഇവിടം വരെ ആർക്കും വല്ല ഡൗട്ടോ കാര്യങ്ങളോ സിമ്പിളാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഇനി വരുന്ന ഭാഗങ്ങൾ ഒന്ന് നിങ്ങൾ ശ്രദ്ധയോടുകൂടി ഇരിക്കുക. ഇവരിലാണ് മാറ്റം വരുന്നത്. യ പ്ലസ് ക എന്നുള്ളത് അപ്പം നമ്മളിപ്പം പഠിച്ചു അല്ലേ? എന്ത്? ഹം പ്ലസ് ഖ നമ്മൾ പഠിച്ചു. എന്ത്? ഹമാര അല്ലേ? നമ്മളങ്ങനെ പഠിച്ചു. ഇനി ഹം പ്ലസ് സേ ഹംസേ നമ്മൾ പഠിച്ചു. പക്ഷേ യ പ്ലസ് ക യഹ്ക എന്നാണോ വന്നത്? അല്ല. എന്താ വന്നത്? ഇസ്ക എന്നാണ് അല്ലേ? ഇസ്ക എന്നാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, യഹ് പ്ലസ് ക ഇസ്ക, യഹ് പ്ലസ് കി ഇസ്കി. അപ്പൊ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം എന്ത്? യഹ് എന്തായിട്ടാ മാറുക? എന്തായിട്ടാ മാറുക? ഇസ് ആയിട്ടാണ് മാറുക അല്ലെ? ഇസ്. ഓക്കെ, അപ്പൊ യഹ് ഇസ്സാണ്, യഹ് ഇസ്സാണ്, യഹ് ഇസ്സാണ്. അപ്പൊ യഹിന്റെ കൂടെ ഏത് വിഭക്തി പ്രത്യയങ്ങൾ വരികയാണെങ്കിലും അവിടെ ഇസ് എന്നുള്ളൊരു സാധനം നിങ്ങളുടെ മനസ്സിലുണ്ടാവും കേട്ടോ. അപ്പൊ യഹ് പ്ലസ് ക ഇസ്ക, യഹ് പ്ലസ് കി ഇസ്കി, യഹ് പ്ലസ് കെ ഇസ്കെ, യഹ് പ്ലസ് കോ ഇസെ അല്ലെങ്കിൽ ഇസ്കോ, യഹ് പ്ലസ് മേ ഇസ്മേ. അടുത്ത य प्लस से इससे, य प्लस पर इस पर, य प्लस के लिए इसके लिए, यह प्लस ने इसने. അപ്പോൾ യഹ് ഇസ്സാണ്, യഹ് ഇസ്സാണ്. അപ്പോൾ യഹ് പ്ലസ് ക തന്നു, ഇസ്കാൻ തന്നു, യഹ് പ്ലസ് ക ഇസ്കീൻ തന്നു, യഹ് പ്ലസ് ക ഇസ്കേ തന്നു. ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാണ് തിരഞ്ഞെടുത്ത് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. യഹ് ഇസ്സാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യരുത്? മറന്നു പോരുത്.
അടുത്തത് എന്താണ്? വഹ്. വഹ്. ഓക്കെ, യഹ് ഇസ്സാണ്. അപ്പൊ വഹ് എന്തായി മാറി? ഉസ്. യഹ് ഇസ്സാണ്, വഹ് ഉസ്സാണ്. യഹ് ഇസ്സാണ്, വഹ് ഉസ്സാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യരുത്? മാറിപ്പോകരുത്. വഹ് പ്ലസ് ക ഉസ്ക, വഹ് പ്ലസ് കി ഉസ്കി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അധികം ഈ ഒരു വഹ് വെച്ചിട്ടുള്ള കാര്യം ചോദിക്കാറുണ്ട്. ഓക്കെ, വഹ് പ്ലസ് കെ ഇസ്കെ, വഹ് പ്ലസ് കോ ഉസേ ഉസ്കോ, വഹ് പ്ലസ് മേം ഉസ്മേം. അടുത്തത് വഹ് പ്ലസ് സേ उससे, वह प्लस पर उस पर, वह प्लस के लिए उसके लिए, वह प्लस ने उसने. ഓക്കെ, അപ്പൊ എന്താണ്? യഹ് ഇസ് എന്നും ആലോചിക്കാം, വഹ് ഉസ് എന്നും ആലോചിക്കാം. ഈ രണ്ട് കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഓക്കെ, പ്രധാനമായിട്ട് നമുക്ക് ചോദിക്കുന്ന ഭാഗങ്ങളാണ് വഹും യഹും ഒക്കെ കേട്ടോ. അടുത്തത് യേ ആണല്ലേ. യേ നോക്കിക്കോ, യ പ്ലസ് ക ഇന്നാണ് അല്ലേ. അപ്പൊ യഹ് എന്നുള്ളത് എന്തായിരുന്നു? യഹ് ഇസ്സായിരുന്നു. യേ എന്ന് വന്നപ്പോൾ അത് എന്തായി? ഇന്നായി. ഓക്കെ, അപ്പൊ യഹ് യേ, യഹ് യേ, യഹ് ഇസ്സാണ്, യേ ഇന്നാണ്. ഓക്കെ, യ പ്ലസ് ക ഇൻക, യ പ്ലസ് കി ഇൻകി, യ പ്ലസ് കെ ഇൻകെ, യ പ്ലസ് കോ ഇനെ ഇൻകോ. അടുത്തത് യ പ്ലസ് മേ इनमें, ये प्लस से इनसे, ये प्लस पर इन पर, ये प्लस के लिए इनके लिए, ये प्लस ने इनोने. കണ്ടോ, ഇനോനെ. ഇനോനെ എങ്ങനെയാ വന്നത്? യേയും യേ എന്ന സർവനാമവും നേ എന്ന വിഭക്തി പ്രത്യയം കൂടി ചേരുമ്പോഴാണ്. അപ്പൊ നിങ്ങളോട് ചോദിച്ചു എന്താ? ഇനോനേമേ നിഹിത് സർവനാം കോൻസാഹേ ചോദിച്ചു. അപ്പൊ ഇനോനയിലുള്ള സർവനാമം ഏതാണ്? യേ ആണ്. വിഭക്തി പ്രത്യയം ഏതാണ്? നേ ആണ്. അപ്പൊ സർവനാമം വിഭക്തി പ്രത്യയം മാറിപ്പോകരുത് കേട്ടോ. ഓക്കെ, അപ്പൊ യേ എന്താണ്? ഇന്നാണ് കേട്ടോ. അടുത്തത് എന്താണ്? വേ. വേ പ്ലസ് ക ഉൻ. അപ്പൊ എന്താണ്? വഹ് ഉസ്സാണ്, വേ ഉന്നാണ്. മാറിപ്പോരുത്. ഓക്കെ, വേ പ്ലസ് ക ഉൻക, വേ പ്ലസ് കി ഉൻകി, വേ പ്ലസ് കെ ഉൻകെ, വേ പ്ലസ് കോ ഉൻകോ ഉനേ, വേ പ്ലസ് മേം ഉൻമേ. അടുത്തതോ വേ പ്ലസ് സേ ഉൻസേ, വേ പ്ലസ് पर ഉൻ पर, വേ പ്ലസ് के लिए उनके लिए, വേ പ്ലസ് ने उन्होंने. മനസ്സിലായോ? അപ്പൊ ഈ ഉനോനെയും ഇനോനെയും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കാം. അതുപോലെ മുജെ, ഈ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും നിങ്ങൾക്ക് വരാറുള്ള ചോദ്യങ്ങൾ. ഓക്കെ, ചിലപ്പോൾ നമുക്ക് എന്താണ് ഓപ്ഷൻസ് തരും. ഓപ്ഷൻസ് എന്തായാലും തരും എന്ന് വെച്ചാൽ അതിലുള്ള ശരിയായിട്ടുള്ള ജോഡി എഴുതാൻ പറയും. അല്ലെങ്കിൽ എന്താണ് ഉനോനേമേ നിഹിത് സർവനാം കൊൻസാഹെ, ഉനോനയിലുള്ള സർവനാം ഏതാണ്? ഈ രീതിയിലാണ് നമ്മളോട് ചോദ്യം ചോദിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഗ്രാമർ ഭാഗത്ത് നിന്ന് ചോദിക്കാനുള്ളത്. പിന്നെ വിശേഷൺ ശബ്ദം നിങ്ങൾക്കറിയാലോ. വിശേഷൺ ശബ്ദം ചോദിക്കും, 2 വാക്ക് തരും. അതിൽ ഒന്നാമതായിരിക്കും അതിന്റെ വിശേഷൺ ശബ്ദം. അതിൽ നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ലല്ലോ അല്ലെ. യെസ്, അപ്പൊ ഈ ഒരു ഗ്രാമർ ഭാഗം പഠിക്കാതെ പോകരുത്. ഉറപ്പായിട്ടും ചോദ്യം വരും. നിങ്ങൾക്കറിയാം എന്താണ് നമ്മുടെ ഈ ഒരു എക്സാം പാറ്റേൺ മാറിയതാണ്. നമുക്ക് A+ എത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഗ്രാമർ ഭാഗത്ത് നിന്ന് എന്താവരുത്? നിങ്ങൾക്ക് A+ നഷ്ടമാകരുത്. ഓക്കെ, അപ്പം ഈ ഒരു ഗ്രാമർ ഭാഗവുമായിട്ട് ഒരുപാട് ചോദ്യങ്ങൾ എന്ത് ചെയ്യാനുണ്ട്? നമുക്ക് പഠിക്കാനുണ്ട്, ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ അതെല്ലാം നമ്മൾ നമ്മുടെ ഈ വരാനിരിക്കുന്ന ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക? കറക്റ്റ് നമ്മളുടെ കൂടെ ലൈവിന്റെ ടൈമിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് എക്സാം എഴുതുക. ദെൻ ഈ ഒരു ചാനൽ എന്ത് ചെയ്യണം? മാക്സിമം ഫ്രണ്ട്സിന് എന്ത് ചെയ്ത് നോക്കുക? ഷെയർ ചെയ്ത് കൊടുക്കുക. ദെൻ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഇത് ഇവിടെ കിട്ടും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താലേ കിട്ടുള്ളൂ. നിങ്ങൾക്ക് പെട്ടെന്ന് അറിയണ്ടേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? വളരെ കൃത്യമായിട്ട് നമ്മളെ ഫോളോ ചെയ്യുക. നമ്മൾ പറയുന്നത് പഠിച്ചോ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ? എക്സാമിന് A+ വാങ്ങിക്കാൻ പറ്റും. യെസ്, അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം ടാറ്റ.